വെൽക്കം ബാക്ക് ടു സിയ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എടുക്കുന്നത് വെറ്റിനറി സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഇൻ വെറ്റിനറി സയൻസ്? അപ്പോൾ വെറ്റിനറി സയൻസിൽ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് എ, conducting meat inspections. Option B, developing animal feed formulation. Option C, providing veterinary care to livestock. Option D, conducting epidemiological research. ലൈവ് സ്റ്റോക്സ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കന്നുകാലികളൊക്കെയാണ്. അപ്പം നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, കണ്ടക്ടിങ് മീറ്റ് ഇൻസ്പെക്ഷൻസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത്, what is the primary purpose of the hazard analysis and critical control point system in food safety? ഇപ്പോൾ ഫുഡ് സേഫ്റ്റിയിൽ ഈ ഒരു ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റിൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ടു ഐഡൻറ്റിഫൈ ആൻഡ് കൺട്രോൾ ഹസാർഡ്സ് ഇൻ ദ ഫുഡ് പ്രൊഡക്ഷൻ പ്രോസസ്. ഓപ്ഷൻ ബി, ടു ഡെവലപ്പ് ന്യൂ ഫുഡ് പ്രൊഡക്റ്റ്. Option C, to conduct sensory evaluation of food. Option D, to determine the nutritional value of food. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ടു ഐഡൻറ്റിഫൈ ആൻഡ് കൺട്രോൾ ഹസാർഡ്സ് ഇൻ ദ ഫുഡ് പ്രൊഡക്ഷൻ പ്രോസസ്. തേർഡ് ക്വസ്റ്റ്യൻ, which of the following is a critical control point in the meat inspection process? മീറ്റ് ഇൻസ്പെക്ഷൻ പ്രോസസ്സിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഒരു ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻ്റ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, എനിമൽ ഐഡൻറ്റിഫിക്കേഷൻ. ഓപ്ഷൻ ബി, മീറ്റ് കട്ടിംഗ് ആൻഡ് പാക്കേജിംഗ്. ഓപ്ഷൻ സി, ടെമ്പറേച്ചർ കൺട്രോൾ ഡ്യൂറിങ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോ. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ USDA's ഫുഡ് സേഫ്റ്റി ആൻഡ് ഇൻസ്പെക്ഷൻ സർവീസ്? ഈ ഒരു USDA അതിൻ്റെ ഫുഡ് സേഫ്റ്റി ആൻഡ് ഇൻസ്പെക്ഷൻ സർവീസിൻ്റെ പർപ്പസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ടു പ്രൊമോട്ട് അഗ്രികൾച്ചറൽ എക്സ്പോർട്സ്. Option B, to conduct research on animal disease. Option C, to ensure the safety and wholesomeness of meat, poultry and egg products. Option D വരുന്നത്, to provide veterinary care to livestock. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, to ensure the safety and wholesomeness of meat, പോൾട്രി ആൻഡ് എഗ് പ്രൊഡക്റ്റ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫുഡ് ബോൺ പാത്തോജൻ ഈസ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് പോൾട്രി പ്രൊഡക്റ്റ്? അപ്പോൾ പോൾട്രി പ്രൊഡക്റ്റുമായിട്ട് കോമൺലി അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ബോൺ പാത്തോജൻ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, സാൽമോണല്ല. ഓപ്ഷൻ ബി, ഈക്കോളൈ. ഓപ്ഷൻ സി, ക്യാമ്പൈലോബാക്ടർ. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോ. അപ്പോൾ നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം. ഈ ഒരു പോൾട്രി പ്രൊഡക്റ്റുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഫുഡ് ബോൺ പാത്തോജൻ എന്ന് പറയുന്നത് ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോ ആണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, what is the primary mode of transmission of trichinosis, a parasite disease caused by Trichinella spiralis? ട്രിക്കനോസിസ് എന്ന് പറയുന്ന ആ ഒരു ഡിസീസ് ഉണ്ടാക്കുന്നത് ട്രിക്കിനെല്ല സ്പൈറാലിസ് ആണ്. അപ്പോൾ ആ ഒരു ഡിസീസിൻ്റെ പ്രൈമറി മോഡ് ഓഫ് ട്രാൻസ്മിഷൻ താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ, കണ്ടാമിനേറ്റഡ് വാട്ടർ. ഓപ്ഷൻ ബി, അണ്ടർ കുക്ക്ഡ് പോർക്ക്. ഓപ്ഷൻ സി, ഇൻഫെക്റ്റഡ് ഇൻസെക്ട്സ്. ഓപ്ഷൻ ഡി, കണ്ടാമിനേറ്റഡ് സോയിൽ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ട്രിക്കനോസിസ് എന്നും അതുപോലെ തന്നെ ഈ ഒരു ട്രിക്കിനെല്ല സ്പൈറാലിസ് എന്താണെന്നും നമുക്ക് നോക്കാം. ട്രിക്കിനെല്ല സ്പൈറാലിസ് എന്ന് പറയുന്നത് ഒരു വിവി പാരസൈറ്റുള്ള ന്യൂമാറ്റോഡ് പാരസൈറ്റ് ആണ്. ഇത് റോഡൻറ്റ്, പിഗ്സ്, ബിയേഴ്സ്
ഹൈനാസ് അതുപോലെ തന്നെ ഹ്യൂമൻസിലൊക്കെ ഇവ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ട്രിക്കനോസിസ് എന്ന് പറയുന്ന രോഗത്തിന് കാരണമായിട്ടുള്ളത് ഈ ഒരു ട്രിക്കിനെല്ല സ്പൈറാലിസ് ആണ്. അതുകൂടാതെ ഇത് ചില സമയത്ത് ഇത് പോർക്ക് വേം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. കാരണം ഇറ്റ് ബീയിങ് ടിപ്പിക്കലി എൻകൗണ്ടേർഡ് ഇൻ അണ്ടർ കുക്ക്ഡ് പോർക്ക് പ്രൊഡക്റ്റ്. അപ്പോൾ അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള പോർക്ക് പ്രൊഡക്റ്റിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും എൻകൗണ്ടർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത് പോർക്ക് വേം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, അതായത് ട്രിക്കനോസിസ് എന്ന് പറയുന്ന ആ ഒരു ഡിസീസിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്താണെന്ന്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, അണ്ടർ കുക്ക്ഡ് പോർക്ക്. 7th question, which of the following is a key principle of veterinary public health? വെറ്റിനറി പബ്ലിക് ഹെൽത്തിൻ്റെ കീ പ്രിൻസിപ്പിൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, പ്രിവെൻഷൻ ഓഫ് എനിമൽ ഡിസീസ്, എനിമൽ ഡിസീസിൻ്റെ പ്രിവെൻഷൻ. ഓപ്ഷൻ ബി, പ്രൊമോഷൻ ഓഫ് എനിമൽ വെൽഫെയർ, എനിമൽ വെൽഫെയറിൻ്റെ പ്രൊമോഷൻ. ഓപ്ഷൻ സി, പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ ഹെൽത്ത് ഫ്രം എനിമൽ റിലേറ്റഡ് ഹസാർഡ്സ്, എനിമൽ റിലേറ്റഡ് ഹസാർഡ്സിൽ നിന്നും ഹ്യൂമൻ ഹെൽത്തിൻ്റെ പ്രൊട്ടക്ഷൻ. ഓപ്ഷൻ ഡി വരുന്നത് ഓൾ ഓഫ് ദ എബോ. അപ്പോൾ വെറ്റിനറി പബ്ലിക് ഹെൽത്തിൻ്റെ കീ പ്രിൻസിപ്പിൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആൻസർ നോക്കുകയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8th question, വാട്ട് ഈസ് ദ റോൾ ഓഫ് വെറ്റിനറി എപ്പിഡമോളജി ഇൻ ഫുഡ് സേഫ്റ്റി? ഫുഡ് സേഫ്റ്റിയിൽ ഈ ഒരു വെറ്റിനറി എപ്പിഡമോളജിയുടെ റോൾ എന്താണ്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ടു ഇൻവെസ്റ്റിഗേറ്റ് ഔട്ട്ബ്രേക്ക് ഓഫ് ഫുഡ് ബോൺ ഡിസീസ്. ഓപ്ഷൻ ബി, ടു ഡെവലപ്പ് ന്യൂ ഫുഡ് പ്രൊഡക്ട്സ്. ഓപ്ഷൻ സി, ടു കണ്ടക്ട് സെൻസറി ഇവാലുവേഷൻ ഓഫ് ഫുഡ്. ഓപ്ഷൻ ഡി, ടു ഡിറ്റർമിൻ ദ ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് ഫുഡ്. നമുക്ക് ആൻസർ എന്താ നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ടു ഇൻവെസ്റ്റിഗേറ്റ് ഔട്ട്ബ്രേക്സ് ഓഫ് ഫുഡ് ബോൺ ഡിസീസ്. 9th question വരുന്നത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ കോമൺ ഫുഡ് സേഫ്റ്റി ഹസാർഡ് അസോസിയേറ്റഡ് വിത്ത് ഡയറി പ്രൊഡക്റ്റ്? അപ്പോൾ ഡയറി പ്രൊഡക്റ്റുകളായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന ഒരു കോമൺ ഫുഡ് സേഫ്റ്റി ഹസാർഡ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നാണ് ചോദ്യം വരുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, സാൽമോണല്ല. ഓപ്ഷൻ ബി, ഇ കോളി. ഓപ്ഷൻ സി, ലിസ്റ്റീരിയ. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോ. നമുക്ക് ആൻസർ എന്താ നോക്കാം. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോ. 10th question, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പാസ്ചറൈസേഷൻ ഇൻ ഡയറി പ്രോസസ്സിംഗ്? ഇപ്പോൾ ഡയറി പ്രോസസ്സിങ്ങിൽ പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൻ്റെ പർപ്പസ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്, അല്ലെങ്കിൽ അത് എന്തിനാണ് ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ടു എക്സ്റ്റെൻഡ് ഷെൽഫ് ലൈഫ്. ഓപ്ഷൻ ബി, ടു ഇംപ്രൂവ് ഫ്ലേവർ. ഓപ്ഷൻ സി, ടു കിൽ പാത്തോജൻസ്. ഓപ്ഷൻ ഡി, ടു റിഡ്യൂസ് ഫാറ്റ് കണ്ടൻറ്റ്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ സി, ടു കിൽ പാത്തോജൻ. 11th question, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ് ഇൻ ദ പോൾട്രി പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി? അപ്പോൾ പോൾട്രി പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇതിലൊരു ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻ്റ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ടെമ്പറേച്ചർ കൺട്രോൾ ഡ്യൂറിങ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ഓപ്ഷൻ ബി, സാനിറ്റൈസേഷൻ ആൻഡ് ക്ലീനിങ് ഓഫ് എക്യുപ്മെൻറ്റ്. ഓപ്ഷൻ സി, പ്രോപ്പർ ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫീഡ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോ. 12th question, what is the purpose of USDA's Processed Product Inspection Improvement Act? USDAയുടെ പ്രോസസ്ഡ് പ്രൊഡക്റ്റ് ഇൻസ്പെക്ഷൻ ഇംപ്രൂവ്മെൻറ്റ് ആക്ട്, അതിൻ്റെ പർപ്പസ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ടു ഇംപ്രൂവ് മീറ്റ് ഇൻസ്പെക്ഷൻ പ്രൊസീജിയേഴ്സ്. ഓപ്ഷൻ ബി, ടു എൻഹാൻസ് ഫുഡ് സേഫ്റ്റി റെഗുലേഷൻസ്. ഓപ്ഷൻ സി, to promote agricultural exports. Option D, to conduct research on animal disease. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ടു എൻഹാൻസ് ഫുഡ് സേഫ്റ്റി റെഗുലേഷൻസ്. ഫുഡ് സേഫ്റ്റി റെഗുലേഷനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പർപ്പസ് ആയിട്ട് വരുന്നത്.
13th question. Which of the following foodborne pathogen is commonly associated with egg? എഗ്ഗുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫുഡ്ബോൺ പാത്തോജൻ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സാൽമോണല്ല, ഓപ്ഷൻ ബി ഈക്കോളൈ, ഓപ്ഷൻ സി ക്യാമ്പൈലോബാക്ടർ, ഓപ്ഷൻ ഡി ലിസ്റ്റീരിയ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ സാൽമോണല്ല. 14th question. What is the primary mode of transmission of brucellosis? A zoonotic disease caused by Brucella species. അപ്പോൾ ബ്രൂസെല്ല സ്പീഷീസ് കോസ് ചെയ്യുന്ന ഒരു ഡിസീസാണ് ബ്രൂസെല്ലോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബ്രൂസെല്ലോസിസിൻ്റെ പ്രൈമറി മോഡ് ഓഫ് ട്രാൻസ്മിഷൻ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. കണ്ടാമിനേറ്റഡ് വാട്ടർ, ഓപ്ഷൻ എ വരുന്നത് കണ്ടാമിനേറ്റഡ് വാട്ടർ, ഓപ്ഷൻ ബി ഇൻഫെക്റ്റഡ് എനിമൽസ്, ഓപ്ഷൻ സി കണ്ടാമിനേറ്റഡ് ഫുഡ് പ്രോഡക്റ്റ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്.